കന്മതം എന്ന് പറഞ്ഞ സിനിമ. അത് രവീന്ദ്ര മാഷിന് വേണ്ടിയാണ് ചെയ്തത്. കന്മതത്തിന് മോഹൻ സിതാരയുടെ ഒരു ഫിലിമിന് വേണ്ടി പാടിയപ്പോൾ പുള്ളി അതിന്റെ ട്രാക്കും പാടാൻ പറഞ്ഞു. അപ്പൊ റിതം പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞിട്ട് പാട്ട് പഠിച്ചിട്ട് അത് പാടി. പക്ഷെ അത് കഴിഞ്ഞ ശേഷം അത് MG ശ്രീകുമാർ പാടി. അങ്ങനെയൊക്കെ നമ്മളിത് ട്രാക്കാണ് അത്. അതിനൊന്നും ഒരു ഈ പറഞ്ഞ അത് എനിക്ക് ഇപ്പൊ ട്രാക്ക് പാടുമ്പോൾ അത് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നൊന്നും ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കാറില്ല. അങ്ങനെ നമ്മുടെ ഒരു പാർട്ട് എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്തു. നമ്മൾ അങ്ങനെ ആഗ്രഹിച്ചിട്ടൊന്നുമില്ല. അതിപ്പോ വെള്ളിയേട്ടൻ എന്ന് പറഞ്ഞ സിനിമ അതാണ് ഫസ്റ്റ് ഞാൻ പാടുന്നത്. അതും ഈ പറഞ്ഞ മാതിരി ദാദാ സാഹിബ് എന്ന് പറഞ്ഞ സിനിമയിലെ അല്ലി ആമ്പൽപ്പൂ എന്ന് പറഞ്ഞ പാട്ടുണ്ട്. അതിന്റെ റിതം പ്രോഗ്രാമിങ് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോഴാ മോഹൻ സിതാര പറഞ്ഞ് അഫ്സലെ ഈ ഒരു പാട്ട് നാളെ പാടാട്ടാ. അപ്പൊ ഞാൻ വിചാരിച്ചു ട്രാക്ക് എപ്പോഴും പാടിക്കാറുണ്ടല്ലോ, ട്രാക്ക് ആയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു മോഹൻ ചേട്ടാ നാളെ കാലത്ത് നമുക്ക് പാടാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു അത് മറ്റേ വെള്ളിയേട്ടൻ എന്ന് പറഞ്ഞ സിനിമയിലാണ്. ഞാൻ പറഞ്ഞു ട്രാക്കല്ല, അത് കുഴപ്പമില്ല, നമുക്ക് നാളെ പാടാം. പറഞ്ഞു ട്രാക്കല്ല, അത് സ്ട്രെയിറ്റ് ആയിരിക്കും. അപ്പോഴും എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം എന്താ വെച്ചാല് അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്നില്ല. എന്നാലും സന്തോഷം തോന്നി. കാരണം അതെ തന്നെ. അങ്ങനെ വെള്ളിയേട്ടനിലെ അത് പിറ്റേ ദിവസം ഞാൻ പാടി. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു MG ശ്രീകുമാറാണ് കൂടെ പാടുന്നത്, സിനിമയിൽ ഉണ്ടാവൂല, കാസറ്റിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു. ആ ഫില്ലർ പോലെ എന്ന് പറഞ്ഞു.